ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് മില്ലറ്റ് കൊണ്ടുള്ളൊരു കിച്ചടിയാണ്. മില്ലറ്റ് എങ്ങനെ വെച്ചാലും നമുക്കൊരു ടേസ്റ്റും ഇല്ല അല്ലേ. ചോറ് വെച്ച്, കഞ്ഞി വെച്ച്, ഉപ്പുമാവ് വെച്ചാൽ ഒന്നും ടേസ്റ്റ്, പക്ഷേ ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഷുഗറുകാർക്കും ഡയറ്റ് നോക്കുന്നത് വളരെ ഉത്തമമാണ്. കാർബോഹൈഡ്രേറ്റ്സ് കുറവാണ്. അപ്പോൾ 1/3 കപ്പ് മില്ലറ്റിന് 1/3 കപ്പ് വെച്ച് പരിപ്പ്, തുവരപ്പരിപ്പും ചെറുപയർ പരിപ്പും എടുക്കാം. 1/3 കപ്പ് വീതം എല്ലാം വേണം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തക്കാളി, ക്യാപ്സിക്കം ആൻഡ് ബേ ലീവ്സിന് പകരം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സർവ്വസുഗന്ധിയുടെ ഇലയാണ്. കുറച്ച് കറിവേപ്പില, പിന്നെ സബോള, വേണമെങ്കിൽ ഗ്രീൻ പീസ് കുതിർത്തിയതും ചേർക്കാം. ഇന്ന് അത് ചേർത്തിയില്ല, ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ ബാക്കി ഈ പരിപ്പ് വർഗ്ഗങ്ങളും മില്ലറ്റും ഒരു 10-15 മിനിറ്റ് വരെ കുതിർത്തണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്ത് ജീരകം പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ ലീവ്സ് എല്ലാം അതിലോട്ടിടാം. ലീവ്സ് എല്ലാം ഇട്ട് അതിൻ്റെ മണമൊക്കെ ഒന്ന് എണ്ണയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് സവോള അരിഞ്ഞത് ചെറിയ ബ്രൗൺ നിറാവുന്ന വരെ വഴറ്റണം. 3 പച്ചമുളകും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ബ്രൗൺ നിറാകുന്നത് വരെ തന്നെ വഴറ്റണം കേട്ടോ, എന്നാലേ ഇതിന് ടേസ്റ്റ് വരത്തുള്ളൂ, ഒരു മണമൊക്കെ വരും. അത് കഴിഞ്ഞ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് വെള്ളമൊക്കെ വലിഞ്ഞു വരുമ്പോൾ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് നല്ലോണം വെള്ളം വലിഞ്ഞു വരുമ്പോൾ മാത്രം മസാലകൾ ചേർക്കാം. ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പിങ്ക് സോൾട്ടാണ്. പിങ്ക് സോൾട്ടിന് വരെ സാദാ സോൾട്ട് ആയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ബാക്കി കുതിർത്ത് വെച്ചിട്ടുള്ള മില്ലറ്റും പിന്നെ പരിപ്പ് വർഗ്ഗങ്ങളും ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിച്ച് 1/3 കപ്പ് വെച്ചാണല്ലോ നമ്മളിതെടുത്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഇതിലൊഴിച്ചിട്ടുള്ളത്. അത് നമ്മൾ കുക്കറിലോട്ട് മാറ്റി അടച്ച് വെച്ച് 3-4 വിസിൽ വരുന്നവരെ നമ്മൾക്ക് വയ്ക്കാം. അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മൾക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് തൈരിൽ വേണമെങ്കിൽ, നിർബന്ധമില്ല, ഇങ്ങനെയും കഴിക്കാൻ ടേസ്റ്റാണ്. ഇവിടെ തൈരിൽ കുറച്ച് സബോളയും തക്കാളിയും പച്ചമുളക് അരിഞ്ഞിട്ട് കൂടെ കഴിക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല റെസിപ്പീസായിട്ട് ഇനി വരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മില്ലറ്റ് കൊണ്ട് എന്തുണ്ടാക്കിയാലും ഇത്ര നല്ല ടേസ്റ്റിന് അത്രയും ടേസ്റ്റാണ് ഈ ഒരു സംഭവം.